ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തെന്നോ. എല്ലാവരും കണ്ടു ആ വീഡിയോ. അവൻ സബ്സ്ക്രിപ്ഷനിൽ ഒരു സീൻ ഇട്ടിട്ടാണ് അവൻ ആ വീഡിയോ ചെയ്തത്. വളരെ മോശപ്പെട്ട സീനായിട്ടാണ് അവൻ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നീ എല്ലാം കിച്ചുവിനോട് പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ അറിവോടെയാണ് ചെയ്യുന്നതെന്ന് നീ ഇപ്പോൾ പറഞ്ഞു. പക്ഷേങ്കിൽ നിൻ്റെ മകൻ അറിയില്ലല്ലോ ഈ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന്. അതവനക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പം അറിഞ്ഞു വന്നപ്പോൾ നിന്നെ വെറുത്തത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എൻ്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പം പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. നീ അവൻ്റെ ഒരു അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ അർത്ഥം? ഒരർത്ഥവുമില്ല. കാരണം വെച്ചാൽ മക്കൾ ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അമ്മമാർ അങ്ങോട്ടേക്ക് മുന്നേയുള്ള രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്താനൊന്നും പാടില്ല. അത് നീ അടക്കി വെക്കണം. ഇപ്പം നീയും കിച്ചും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പം ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോൾ കിച്ചു ആഹാ. അപ്പം ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എൻ്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പം കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതെന്നടി പറഞ്ഞത്, നിൻ്റെ മോനിക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നിൻ്റെ മോനും കൂടി ആ സബ്സ്ക്രിപ്ഷനിൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം അമ്മ ചെയ്യുന്ന ജോലി എന്താണെന്ന് അവൻ കണ്ടു. അതുകൊണ്ടാണ് ഇപ്പം നിന്നെ അവൻ വെറുത്തത്. ആദ്യം അവനക്ക് അതിനെപ്പറ്റിയിട്ട് ഒരു മണ്ണാൻ കട്ടി അറിയില്ല. അതുകൊണ്ടായിരിക്കും നിന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾ എന്നോട് എതിര് പറയാതിരുന്നിട്ടുണ്ടാവുക. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു കേട്ടാ 150. അത് നിൻ്റെ കിച്ചുവിനുള്ള ഒരു സ്വഭാവമാണ്. അതിപ്പം നീ ഒരുപാട് വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ട്, നീ മാത്രമല്ല നിൻ്റെ കുറേ സഹപാഠികളും പറഞ്ഞിട്ടുണ്ട്. പൈസക്ക് നല്ലോണം ചോദിക്കലുണ്ട് കിച്ചു, അതുപോലെ തന്നെ നീ അയച്ചു കൊടുക്കലുണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ അവൻ ചോദിച്ചതായിരിക്കും. പൈസ ഉണ്ടെന്ന് പറഞ്ഞപ്പം താന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എൻ്റെ കുഞ്ഞ് ഈ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, മലപ്പുലിയാട്ടിന് പോലപ്പുലിയാട്ട്. ഇപ്പം അതേ സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇവളെ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഇപ്പം അവൻ പറഞ്ഞ കാര്യങ്ങളും ഇപ്പം ഇവൾ വിളിച്ച് പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞ ഒരു ചിലതങ്ങനെ പറഞ്ഞുകൊടുക്കാൻ പറ്റില്ല. അത് അത്രയ്ക്ക് മോശപ്പെട്ട ഒരു വർത്താനാണ്. നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഋതപ്പൻ, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ വരെ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. പറയാനുള്ളത് മൊത്തം പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞു. പിന്നെ എന്തിനു ഒരു തെളിവ്? എല്ലാം നീ കൊടുത്തതും അവൻ വാങ്ങിയതും ഒക്കെ നീ വിളിച്ച് പറഞ്ഞു. സാധാരണ എന്ന് വെച്ചാൽ ഒരമ്മ ഒരു മകന് വേണ്ടി ചെയ്തത് ഒന്നും എവിടെ ഒരു കണക്കുണ്ടാവില്ല.
ഇതിന് കണക്ക് പറയാനും പാടില്ല. പക്ഷേങ്കിൽ ഇവൻ നിൻ്റെ സ്വന്തം മകനല്ലല്ലോ, അപ്പോൾ അത് നീ കണക്ക് പറഞ്ഞു, അവൻ പറയിപ്പിച്ചു, അത്ര തന്നെ. നിന്റെ അമ്മ സ്വന്തം പെറ്റതാണ് നിന്നെ ഇട്ടിട്ട് പോയത് തൊട്ട് 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്തും എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. ആപത്ത് ഘട്ടങ്ങളിൽ പോലും ഞാൻ ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. നീ ഈ ഋതപ്പന് വേണ്ടിയിട്ട് ഒന്നും നീ ചിലവാക്കുന്നില്ലല്ലോ, ഋതപ്പന് വേണ്ടി ഒന്നും നീ വാങ്ങിക്കൊടുക്കണം. അത് നീ പറഞ്ഞത് ഏറ്റവും വലിയ കളവാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ ഋതപ്പന് വേണ്ടി ചെയ്തതൊക്കെ എന്താ പറയുക, വീഡിയോ ആക്കിയിട്ട് പബ്ലിക്കിൽ എന്താ പറയുക ഇട്ടതാണ്. അതെല്ലാവരും കണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഋതപ്പനെ കൂട്ടിയിട്ട് അവൻ പല സ്ഥലങ്ങളിൽ പോകുന്നതും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും അവന് വേണ്ടുന്ന സാധനങ്ങൾ ഈ കിച്ചു വാങ്ങിക്കൊടുക്കുന്നതെല്ലാം ഒരുപാട് വീഡിയോസ് പല ജനങ്ങളും കണ്ടതാണ്. ഇനി നീ പറഞ്ഞാലൊന്നും ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പം നീ പറഞ്ഞില്ലേ കിച്ചുവിനോട്, നീ പറഞ്ഞ സകല കാര്യം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ട് മൊത്തം വിളിച്ചങ്ങ് കൂവുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. എന്നിട്ട് ആ പ്രശ്നങ്ങൾ എന്താ പറയുക മൗനമായിട്ട്, അതായത് ആരും അറിയാണ്ട് തീർക്കാണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് തീർത്തിട്ട് അതിനെ ചൊല്ലി പൈസ വാങ്ങിയിട്ട് തിന്നുന്ന ഒരുപാട് എണ്ണമുണ്ട്.